എല്ലാവർക്കും നമസ്കാരമേ. ഇത് നമ്മൾ ഇന്നലെ വൈകിട്ട് നമ്മൾ പറിച്ചെടുത്താണ്. കാരണം ഞങ്ങൾ ചെന്ന് നോക്കുമ്പം 2-3 ഇങ്ങനെ അണ്ണാൻ കടിച്ചിട്ടേക്കുന്നു. പച്ചയായാലും ഇതുങ്ങൾ കടിച്ച് കളയുവാണ്. അപ്പോൾ ഞങ്ങൾ തന്നെ അടുത്ത് അതങ്ങ് പറിച്ചെടുത്തതിന് ശേഷം വേണം അതിൻ്റെ ജ്യൂസ് ഒരു പാത്രത്തിലാക്കി. കാരണം നമുക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ അണ്ണാനൊന്നും തരത്തില്ല. പച്ചയാകുമ്പോഴേ എല്ലാം പച്ച അത് കടിച്ചങ്ങ് കളയുക. പഴുത്താണെങ്കിൽ ഇതിൻ്റെ അകത്തെ ജ്യൂസ് എല്ലാം അത് കുടിക്കും. പകുതിയേ കഴിക്കത്തുള്ളൂ, പകുതി അങ്ങ് കളയും, പകുതി അങ്ങ് വേസ്റ്റാക്കി കളയുക. അപ്പോൾ ഞങ്ങളിത് പറിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചേ. അപ്പം നമ്മുടെ വീട്ടിൽ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ വെച്ച് അതിന് പ്രത്യേകിച്ച് വളവും വെള്ളവും ഒന്നും നമ്മൾ കൊടുക്കണ്ട. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നമുക്ക് ഫലം തരുവേ. അത് നമ്മൾ മൊത്തം പറിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഒരു 2-3 മാസം കഴിഞ്ഞ് പിന്നെയും അത് പൂക്കും. പിന്നെയും നമുക്ക് പഴയതുപോലെ നമുക്ക് കായ്ഫലം കിട്ടുവേ. അപ്പോൾ എല്ലാ വീട്ടിലും ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ കൊണ്ട് വെക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് പരിചരണമൊന്നും അവർക്ക് വേണ്ട. ഒരു മരത്തേലോട്ട് കയറ്റി വിട്ടാൽ അങ്ങ് പടർന്നങ്ങ് കയറിക്കോളും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.